സർ, നിലവിൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്നത് ബീഹാറിലുള്ള ഇലക്ഷനാണ്. ബീഹാറിലുള്ള ഇലക്ഷനിൽ ഇന്ത്യ മുന്നണി ഇതെങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്? ഒന്നാമത് ഇന്ത്യ മുന്നണി സംസ്ഥാന തലങ്ങളിൽ പലയിടത്തും അത് ഇന്ത്യ മുന്നണിയായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കേരളത്തിൽ തന്നെ എടുത്താൽ ഇന്ത്യ മുന്നണി നേരിട്ട് രണ്ടായി വിഭജിക്കപ്പെട്ട മുന്നണിയാണ്. കാരണം ഒരു വശത്തെ ഇടതുപക്ഷ കക്ഷികളും NCP അടക്കമുള്ള ആളുകൾ, മറുവശത്ത് കോൺഗ്രസും അതുപോലെയുള്ള കക്ഷികളും. അപ്പോൾ ഇന്ത്യ മുന്നണി ഒരിക്കലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതുപോലെ നിലനിന്നോളണമെന്നില്ല. ഒരുപക്ഷെ ഇപ്പോൾ തമിഴ്നാട്ടിലോ വേറെ ചില സംസ്ഥാനത്തോ മാത്രമാണ് ആ അർത്ഥത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നമ്മൾ ഇന്ത്യ മുന്നണി എന്നതിനെ കാണുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അതൊരു കാര്യമാണ്. ചില സംസ്ഥാനങ്ങളിൽ നടന്നേക്കാം. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കുറച്ച് നടന്നു, അതുപോലും പൂർണ്ണമല്ല. ഇപ്പോൾ UP യിലും പൂർണ്ണമല്ല നമ്മൾ നടന്നത്. കാരണം പല കഷ്ണം പല താല്പര്യങ്ങളുണ്ട്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് ആം ആദ്മി പാർട്ടി അത്ര വലിയ പാർട്ടിയൊന്നുമല്ല. ബീഹാറിൽ പ്രധാന കക്ഷികൾ എന്ന് പറയുന്നത് RJDയും കോൺഗ്രസും തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികൾ. പിന്നെയുള്ളത് ഇടതുപക്ഷ കക്ഷികളാണ്, പ്രത്യേകിച്ചും CPIM ലിബറേഷൻ പോലെയുള്ള കക്ഷികൾ. CPIക്കും CPIMനും ചില പോക്കറ്റുകളുണ്ട് ബീഹാറിൽ. ആം ആദ്മി പാർട്ടി അത്ര വലിയൊരു രാഷ്ട്രീയ കക്ഷിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല ബീഹാറിൽ. ഒരുപക്ഷെ ഡൽഹിയിലോ പഞ്ചാബിലോ ഉള്ളതുപോലെ ഒരു സ്ട്രെങ്ത് ഒരുപക്ഷെ ഗുജറാത്തിൽ കുറച്ചുണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു മാറ്റം അതുകൊണ്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവിടുത്തെ ഇടതുപക്ഷത്തിനും ചിലപ്പോൾ ഇടതുപക്ഷ കക്ഷികൾ പോലും ഇന്ത്യ മുന്നണി വിട്ട് മത്സരിച്ചേക്കാം അവിടെ. കാരണം ചിലപ്പോൾ സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്തായാലും സ്ഥിതി എന്നല്ല, സീറ്റ് വിഭജനം കഴിയുമ്പോൾ മാത്രമാണ് നമുക്കതിന് ചിത്രം വരിക. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി വിട്ടുപോയി എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും വലിയൊരു നാശം, ദ്രോഹം, ദോഷം അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല വ്യക്തിപരമായി. ഇന്ത്യ മുന്നണി ഇപ്പോൾ ആം ആദ്മി പാർട്ടി മുമ്പ് ഇന്ത്യ മുന്നണി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാബിൽ ഇന്ത്യ മുന്നണിയായിട്ടല്ലോ മത്സരിച്ചത്. അവർ ജയിക്കുമ്പോൾ കോൺഗ്രസും അവരും തമ്മിലല്ലേ മത്സരം. അപ്പം അതുകൊണ്ട് ഇന്ത്യ മുന്നണി എന്നുള്ള അർത്ഥത്തിൽ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ കാണുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അത് ഒരു ഇഫക്റ്റ് അല്ല. അതുകൊണ്ടാണ്. പക്ഷേ ഈ സംസ്ഥാന തലത്തിലേക്ക് എടുക്കുമ്പോൾ കേരളത്തിലെ ഇലക്ഷൻ ആണെങ്കിലും പ്രധാനമന്ത്രിയുടെ പ്രചാരണത്തിന് വന്ന സമയത്ത് സാർ പറഞ്ഞുള്ളൊരു നിലപാടായിരുന്നു പറഞ്ഞത്. ഇവർ സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് കൈകോർത്ത് പിടിക്കുകയും സംസ്ഥാനത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ തമ്മി തരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ അകത്തെ ഒരു ജനാധിപത്യ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്തും സംസാരിക്കും, അല്ലെങ്കിൽ അവർക്ക് യൂണിറ്റി ഇല്ല. അപ്പോൾ അതേ രീതി തന്നെ, അല്ലെങ്കിൽ ഇവർക്ക് ഒരുമിച്ച് ഇന്ത്യയെ നയിക്കാൻ പറ്റില്ല എന്ന് വീണ്ടും കേന്ദ്ര സർക്കാരിന് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയല്ലേ ഇത്? അല്ല, അതിപ്പോ ഒരു കാലത്ത് കോൺഗ്രസ് ഇത് തന്നെ പറഞ്ഞിരുന്നു. കോൺഗ്രസ് ഇന്ത്യയിൽ ഏതാണ്ട് 30 വർഷം ഒരു തടസ്സമില്ലാതെ ഭരിച്ച കാലത്ത് കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾക്ക് ബദൽ നിങ്ങൾ ആരാണെന്നാണ്, ബദലാണെന്നാണ്. പക്ഷേ 1967 കഴിഞ്ഞ് 77 ആയപ്പോഴേക്കും വേറൊരു രാഷ്ട്രീയ കക്ഷി വന്നു. അത് നിലനിന്നില്ലെങ്കിലും കുറച്ചു കാലം പോയി. ഇപ്പോൾ അത് BJPക്കാണ് ആ റോള്, അത്രയേ ഉള്ളൂ. ഇപ്പം BJPക്ക് പോലും ഒരു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ പാർലമെന്റിൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തൊരു പാർട്ടിയാണ് BJP. അവർക്ക് തന്നെ പല സംസ്ഥാനങ്ങളിലും പല കക്ഷികളുമായിട്ട് പല സംഘർഷങ്ങളുണ്ടാവാം. ഇപ്പോൾ ആന്ധ്രയിൽ നാളെ ഇലക്ഷൻ വന്നാൽ എന്തായിരിക്കും BJPയും ചന്ദ്രബാബു നായിഡുവിൻ്റെ TDP തമ്മിൽ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ മുന്നണിയിലുള്ള കക്ഷികൾ തന്നെ ബീഹാറിൽ പണ്ട് ഈ ജനതാദൾ U മറുവശത്ത് പോയതാണ്. ജനതാദൾ U എതിർവശത്തായിരുന്നു. അപ്പോൾ ഈ മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത് അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും രണ്ടായി തന്നെ കാണണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. മുന്നണി എന്ന് പറഞ്ഞാൽ ഒരു മിനിമം പരിപാടിക്ക് വേണ്ടി ഇവർ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നാളെ ചന്ദ്രബാബു നായിഡു മാറിയാൽ ഈ ഗവൺമെൻറ് താഴെ വീഴും. ചന്ദ്രബാബു നായിഡു നാളെ അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അദ്ദേഹം BJPയുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളല്ല, ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അതുപോലെ ഗുജറാത്തിലെ JDU അല്ലെങ്കിൽ അതുപോലെയുള്ള കക്ഷികളുണ്ട്. ഇപ്പോൾ ശിവസേനയൊക്കെ പലവട്ടം വിട്ടുപോകാൻ തിരിച്ചു വരികയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. പ്രചരണത്തിന് വേണ്ടി ചെയ്യാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം വളരെ വൈവിധ്യമുള്ളതാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വൈവിധ്യപൂർണ്ണമാണ്. ഓരോ സ്റ്റേറ്റും ഒരു രാജ്യം പോലെയാണ്. ഒരു സ്റ്റേറ്റും. ആ സ്റ്റേറ്റിന് അതിൻ്റെ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണ് യൂണിയൻ ഓഫ് ഇന്ത്യ നമ്മൾ പറയുന്നത്. യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. ഒരു ഫെഡറൽ ഘടനയുണ്ട് ഇന്ത്യക്ക്. ഇന്ത്യയുടെ ഫെഡറൽ ഘടന ഭരണപരമായി മാത്രമല്ല രാഷ്ട്രീയമായും ഉണ്ട്, സാംസ്കാരികമായും ഉണ്ട്, ഭാഷാപരമായും ഉണ്ട്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുണ്ട്, വേഷത്തിൻ്റെ കാര്യത്തിലും ആരാധനയുടെ കാര്യത്തിലൊക്കെ ഉണ്ട്. ഫെഡറൽ ഘടനയുണ്ട്. ആ ഫെഡറൽ ഘടന അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഇനി ഇന്ത്യ മുമ്പോട്ട് പോകും. അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പോലും കാണിക്കുന്നത്. ഇപ്പോൾ ആന്ധ്ര എന്ന് പറയുന്ന ഒരു രാജ്യം അവിടുത്തെ TDP എന്ന് പറയുന്ന പാർട്ടിയുമായി ഒരു അലയൻസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് BJP മുന്നണിക്ക് ഭൂരിപക്ഷം തന്നെ കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കണം. TDP ഇപ്പുറത്തായിരുന്നുവെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വേറെ ഒന്നാകുമായിരുന്നു.
BJP-യുടെ മാത്രം ശക്തി കൊണ്ട് ഉണ്ടായ സംഗതിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു മുന്നണി രാഷ്ട്രീയത്തെ നമുക്ക് ഇനി പഴയതുപോലെ കാണാൻ പറ്റില്ല. മാത്രമല്ല രാഷ്ട്രീയ കക്ഷികളൊന്നും ഐഡിയോളജിക്കൽ ബേസിലല്ലല്ലോ, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ബേസിലല്ലല്ലോ ചേരുന്നത്. അപ്പോൾ ആർക്ക് വേണി അതാ ഞാൻ പറഞ്ഞത്, ഏത് കക്ഷിക്കും ഏത് സൈഡിലേക്ക് എപ്പോൾ വേണി മാറാം. അതുകൊണ്ട് ഈ മറ്റവർക്ക് ശക്തി കുറവാണ്, ഇവർക്ക് ഞങ്ങൾക്ക് ശക്തി കൂടുതലാണ് എന്ന് പറയുന്നതിൽ അതൊക്കെ ഒരു താൽക്കാലിക പ്രതിഭാസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ബീഹാറിലെ കാറ്റ് BJP-ക്ക് അനുകൂലമായിരിക്കും. ഇന്നത്തെ നിലയ്ക്ക് ബീഹാറിലെ കാറ്റ് BJP-ക്ക് അനുകൂലമാവില്ല എന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് പല കാരണങ്ങളുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമല്ല ഞാൻ പറയുന്നത്. കാരണം അവിടെ ഭരിക്കുന്ന ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡും BJP-യും ചേർന്ന ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വരുമ്പോൾ JDU-യും BJP-യും എങ്ങനെ കോമ്പിനേഷൻ ആവും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി മിക്കവാറും അടുത്ത തെരഞ്ഞെടുപ്പ് മത്സരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നമുക്കറിയില്ല, ഇവരൊക്കെ പറഞ്ഞാലും രാവിലെ പറഞ്ഞ വൈകുന്നേരം മാറ്റും, അത് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ RJD ശക്തമാവുകയാണ്. JDU ദുർബലമാവും തോറും RJD ശക്തമാവുകയും ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക്, പ്രത്യേകിച്ചും കോൺഗ്രസിനും RJD-ക്കും മറ്റ് ഇടതുപക്ഷം പോലെയുള്ള കക്ഷികൾക്കും ഒന്നിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ ബീഹാറിൽ BJP-ക്ക് എളുപ്പമാവില്ല. മാത്രമല്ല അവിടെ പ്രധാന കക്ഷി BJP അല്ല ഒരർത്ഥത്തിൽ. അവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി BJP-യുടെ അല്ല. മാത്രമല്ല അവിടെ ഈ ജാതി രാഷ്ട്രീയം അതിശക്തമായിട്ടുള്ളൊരു സ്ഥലമാണ് ബീഹാർ, ജാതി രാഷ്ട്രീയത്തിൽ. അപ്പോൾ ജാതി രാഷ്ട്രീയം എങ്ങനെയാണത് കൊണ്ടുവരിക എന്നുള്ളത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ജാതി സെൻസസിനെ എതിർത്തിരുന്ന BJP-യാണ്. അവസാന ഘട്ടത്തിൽ ജാതി സെൻസസിന് വേണ്ടി BJP സമ്മതിച്ചു. അത് ബീഹാർ ഇലക്ഷൻ കൊണ്ടാണ്. അത് ആത്മാർത്ഥമായ സമ്മതമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നടന്നാൽ മാത്രമേ അത് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ജാതി സെൻസസിന് വേണ്ടിയാണ് സ്ട്രോങ് ആയിട്ട് ബാക്കി ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ അവിടെ നിൽക്കുന്നത്. RJD ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷ കക്ഷികളാണെങ്കിലും. അപ്പോൾ ഇത് ജനങ്ങൾ എങ്ങനെ എടുക്കും? ഇതുവരെ ജാതി സെൻസസിനെ എതിർത്ത പാർട്ടി ഇപ്പം എങ്ങനെ വരും എന്നുള്ളതൊരു പ്രശ്നം. പിന്നെ ജാതി സമവാക്യങ്ങൾ, ഇപ്പോൾ രാംവിലാസ് പാസ്വാന്റെ LJP അവർ അത്ര സുഖമായിട്ടല്ല BJP-യുടെ മുന്നണിയിൽ നിൽക്കണം. ഇവരുടെയൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ ഫലം മാറുന്നു കണ്ടാൽ ഇവർ കൂറുമാണ്. ഇപ്പോൾ RJD-ക്കാണ് ജയിക്കാൻ സാധ്യതയെങ്കിൽ അവർ ഇങ്ങോട്ട് മാറും. അത്രേ ഉള്ളൂ ബീഹാറിലെ പൊളിറ്റിക്സ്. അതുകൊണ്ട് BJP-ക്ക് ഒറ്റയ്ക്കൊന്നും BJP-ക്ക് വരാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ.